ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാനൊരു ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഷെയർ ആക്കുന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും ബിസി ആയതുകൊണ്ട് രാവിലെ മക്കളായാലും പിന്നെ വലിയാളായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രെഡ്, കോൺഫ്ലേക്സ് അങ്ങനെയെല്ലാം തിന്നുന്നല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് നാടൻ ഫുഡ് ആക്കണമെന്ന് തോന്നുമ്പോൾ ആക്കാൻ കഴിയുന്ന നല്ലൊരു നാഷ്ട. ഇത് എല്ലാവരും ആക്കുന്ന ഇഡ്ഡലി തന്നെ ഞാൻ ഇന്ന് കാണിക്കുന്നത്. മാത്രം ഞാനാക്കുന്ന ഈ ഇഡ്ഡലിയിൽ ചോറ് അല്ലെങ്കിൽ അവല് അങ്ങനെയൊന്നും ഇടുന്നില്ല. വെറും 2 ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ആക്കുന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലി റൈസ് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ റൈസിൽ തന്നെ ആക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി തന്നെ എടുത്താൽ മതി. അപ്പോൾ ഈ പച്ചരി 1 ഗ്ലാസ് ഞാൻ എടുത്തിന്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ഉഴുന്നിടണം. ഉറദാൽ എന്ന് പറയുന്നത് അത് തന്നെ 1/4 ഗ്ലാസ് മതി. 1 ഗ്ലാസ് അരിക്ക് 1/4 ഗ്ലാസ് ഉറദാൽ. ഇനി ഇതിനെ നല്ലോണം ഒന്ന് സോക്കാക്കിയിട്ട് വെക്കണം. ഒരു 3-4 മണിക്കൂർ സോക്കാക്കിയിട്ട് വെക്കണം. കഴിയുന്നെങ്കിൽ രാവിലെ ഇട്ടെങ്കിൽ എത്ര നേരം സോക്കായിട്ടുണ്ടാകുന്ന അത്ര നേരം നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 മണിക്കൂർ ഇതിനെ സോക്കാക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ടൈമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇഡ്ഡലി ആക്കണമെന്നും ഐഡിയ ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ സോക്കാക്കി വെച്ചാൽ മതി. മാത്രം സോക്കാക്കുമ്പോൾ നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് സോക്കാക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് 4 മണിക്കൂർ കഴിഞ്ഞിന് ഇതിനിപ്പോൾ കയറ്റെടുത്തിന്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അരക്കാനായാലും നിങ്ങളുടെ അടുത്ത് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ബ്ലെൻഡർ യൂസ് ആക്കാം, അല്ലെങ്കിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ ഇട്ടിട്ടും യൂസ് ആക്കാം. നല്ലോണം നല്ല നൈസായിട്ട് അരച്ചെടുക്കണമെന്നില്ല. ഞങ്ങൾ ഇപ്പോൾ ഇഡ്ഡലി ആക്കാൻ പോകുന്നതിനോണ്ട് കുറച്ച് തെരി ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇന്ന് ഈ ജാറിൽ അരച്ചിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഈ അരിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസിൻ്റെ അത്ര വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നല്ലോണം അരച്ചെടുത്തറ. ഉപ്പും അങ്ങനെ എത്ര വേണോ അത്ര ഇട്ട് കൊടുത്തിട്ട് അരച്ചാൽ മതി. ഇപ്പോൾ ഇത് അരച്ചിട്ട് അതിന് നല്ലോണം നൈസല്ല, കുറച്ച് തെരിയായിട്ട് ഉണ്ടായിന്. ഇങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി തിന്നാൻ നല്ല പാങ്ങ ഉണ്ടാകുന്നു. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിനെ ഒരു കണ്ടെയ്നറിൽ ഒഴിച്ചിട്ട് വെക്കുക. അതേപോലെ നിങ്ങൾക്ക് കണ്ടെയ്നറിൽ തന്നെ വെക്കണമെന്നില്ല, വേറൊരു പാത്രം ഉണ്ടെങ്കിൽ എനിക്ക് പറ്റിയ മൂടി ഉണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ടും വെക്കാം. അപ്പോൾ ഞാനിവിടെ ഈ കണ്ടെയ്നറിൽ ഒഴിച്ചിട്ട് വെക്കുന്നുള്ളത്. പിന്നെ ഞാൻ ഇതിനെ ഇപ്പോൾ ഫെർമെൻ്റ് ആവാനായിട്ട് പൊന്തി വരാനായിട്ട് ഞാൻ മൈക്രോവേവിൻ്റെ ഉള്ളിൽ വെക്കുന്നുള്ളത്. ലൈറ്റൊന്നും ഇടുന്നില്ല. കുറേ ആൾ കുറേ വീഡിയോസിൽ പറയുന്ന ലൈറ്റ് ഇട്ടിട്ട് വെക്കലുണ്ടെന്ന്. ഞാൻ ലൈറ്റൊന്നും ഇടയില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. നിങ്ങളെ പേരിൽ ഏടലസം ജാസ്തി ചൂടുണ്ട് ആ പ്ലേസിൽ ഇതിനെ വെച്ചാൽ മതി. നല്ല പാങ്ങല ഇത് ഫെർമെൻ്റ് ആയിക്കോളും. അതേപോലെ ഒരു 5-6 മണിക്കൂർ വെച്ചാൽ മതി. ഇത് വെക്കുന്നതിൻ്റെ മുന്നേ ഇതുപോലെ കയ്യിൽ ഒന്നിങ്ങനെ ആക്കിയെങ്കിൽ കുറച്ചും കൂടി ഫെർമെൻ്റ് ആയിട്ട് കിട്ടുമെന്ന് പറയുന്നു. അതിനോണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ആക്കുന്നുള്ളത്. ഞാനിപ്പോൾ ഇത് ഒരു 7 മണിക്ക് ആക്കിയിട്ട് വെക്കുന്നുള്ളത്. ഇപ്പോൾ രാവിലേക്ക് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഇത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടുന്നു. അപ്പോൾ ഇതിനെ മൈക്രോവേവിൻ്റെ ഉള്ളിൽ വെക്കാം. ഇപ്പം നോക്കാം എത്ര ഫെർമെൻ്റ് ആയിനെന്ന് കണ്ടല്ലേ. നല്ല പാങ്ങല പൊന്തിയിട്ട് വന്നിന്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് വെച്ചാൽ മതി. ഉപ്പെല്ലാം മുന്നേ ഇട്ടതിനോണ്ട് ഇനി ഉപ്പ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇഡ്ഡലിക്ക് ഒഴിക്കുന്നതിന് മുന്നേ ചായക്കുള്ള വെള്ളം വെക്കുക. ഞാനിവിടെ 2 ആൾക്ക് ചായ ആക്കുന്നുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തേക്ക് 1/4 ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ടാവാ. അപ്പോൾ ഇത് 2 ആൾക്കുള്ള ചായ. അതേപോലെ നല്ല കടക്കായിട്ടുള്ള ചായ ഞാൻ ആക്കുന്നുള്ളത്. അതിനോണ്ട് ഒരു 1/4 ഗ്ലാസ് പാൽ ഒഴിക്കണം. ഇതിലേക്ക് വേണ്ടത്ര പഞ്ചാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അത്ര ഇടാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ അത്ര പഞ്ചാര ഇടുന്നുള്ളത്. പിന്നെ ഈ ചായക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു ഏല വേണമെങ്കിൽ ഇടാം. ഞാൻ എന്തായാലും ഏല ഇടലുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഏലത്തിൻ്റെ ഫ്ലേവർ എപ്പോഴും ചായയിൽ വേണം. അതിനോണ്ട് ഞാനിവിടെ ഒരു ഏല പൊട്ടിച്ചിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട.
ഇനി ഇതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ അത്ര ചായപ്പൊടി ഇടാം. ഒന്ന് ചൂടാവുമ്പോഴത്തേന് ഇട്ട് കൊടുത്താൽ മതി. ചായ നല്ല കടുപ്പമാണെങ്കിൽ കുറച്ച് ചായപ്പൊടി ജാസ്തി ഇടണോ, ഇല്ലെങ്കിൽ നല്ല കടുപ്പം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരു 1.25 ടേബിൾ സ്പൂൺ അത്ര ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഇവിടെ തിളക്കുന്നുണ്ട്. ഇത് തിളക്കുമ്പോൾ ഇനി തീനെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒരു 2 മിനിറ്റോളം നല്ലോണം ഒന്ന് ഇതിനെ വേകാൻ വെക്കണം. അപ്പോൾ ഈ ചായപ്പൊടി നല്ല വെന്തിട്ടാകുമ്പോൾ ചായക്ക് നല്ല കടക്കുണ്ടാവും. അപ്പോൾ ഒരു ഇടയ്ക്ക് ഒരു സ്പൂൺ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ ഇത് വേവട്ടെ. അപ്പോൾ മറ്റേ സൈഡിൽ ഇഡ്ഡലി മേക്കറിൽ ഈ ബാറ്ററിൽ ഫില്ലാക്കിയിട്ട് ഇതിനെ ഒരു 15 മിനിറ്റ് നമുക്ക് കുക്കാക്കാൻ വെക്കാം. ഇഡ്ഡലി മേക്കറിൽ ഒഴിക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, വീഡിയോ ലെങ്തി ആവുമെന്ന് പറഞ്ഞിട്ട്. സാധാരണ എല്ലാവരും ഇഡ്ഡലി ഒഴിക്കുന്ന പോലെ തന്നെ ഞാനും ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ഒഴിക്കുന്നതിൻ്റെ പിന്നെ കുറച്ച് എണ്ണ അതിൻ്റെ ഇത് പാത്രത്തിൽ തേച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇളകി കിട്ടും. ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ചായ റെഡിയായിന്, നല്ല കടക്കായിട്ടുണ്ട്. ഇതിനെ ഇനി കുറച്ച് മൂടി വെക്കാം. അപ്പോഴേക്ക് ഇഡ്ഡലി റെഡിയാവും. ഇഡ്ഡലിനും അങ്ങനെ മറ്റേ സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഫ്ലെയിം കുറച്ച് ജാസ്തി ഉള്ളതിനോണ്ട് ഞാൻ അതിലേക്ക് ഷിഫ്റ്റ് ആക്കിയിട്ടുള്ളത്. ചായ ആയ പിന്നെ ഇതുപോലെ മൂടി വെക്കുമ്പോൾ അങ്ങനെ ചായക്ക് കടുപ്പം നല്ലോണം കൂടും. ഇനി കടുപ്പം തീരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മൂടി വെക്കണമെന്നില്ല, അങ്ങനെ ഡയറക്റ്റായിട്ട് എടുത്താലായി. ഇനി ഇഡ്ഡലിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ പറയുന്നത് ചട്നി അല്ലെങ്കിൽ സാമ്പാർ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചട്നി കാണിക്കുന്നുള്ളേ. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് തേങ്ങക്ക് 2 പച്ചമുളക് അങ്ങനെ നിങ്ങൾക്ക് നല്ലോണം കാരമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടിയാൽ മതി, ഇല്ലെങ്കിൽ കുറച്ചാലും മതി. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് 1 ടേബിൾ സ്പൂൺ അത്ര റോസ്റ്റഡ് ചനാദാൽ. ഇത് മറ്റേ ചനാദാൽ റോസ്റ്റ് ആക്കിയിട്ട് കിട്ടുന്നല്ല, അതിനെ ഒന്നും കൂടി റോസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇവിടെ ഈ ബോക്സിലിട്ട് വെച്ചിനെ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇടാം. പിന്നെ പുളിക്കായിട്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ അത്ര തൈരിടുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ആക്കാം. ഞാനിവിടെ കുറച്ച് വേരിയേഷൻ ആക്കിയിട്ട് കാണിക്കുന്നുള്ളത്. തൈരിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ തൈരിടാം. പിന്നെ ബാണ്ടിയത്ര ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ കണ്ടോ ഉള്ളിയും കൂടി ഇടണോ. ഉള്ളി അത് ഓപ്ഷണൽ വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഉള്ളിയും വേണ്ട. അപ്പോൾ ഇതിനെ ഇനി ഒരു ജസ്റ്റ് ഒന്നോർക്കോ ക്രഷ് ആക്കിയിട്ട് എടുക്കണോ. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ക്രഷാക്കിന് ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ബ്ലെൻഡ് ആക്കണോ. നൈസായിട്ട് അരക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അരക്കാം, ഇല്ലെങ്കിൽ കുറച്ച് തെരിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും അരക്കാം. 2 രീതിയിലും ഇത് ആക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് തെരിയായിട്ട് അരച്ചിട്ടുള്ളത്. ഇനി ഇതിനെ ഒന്ന് കാച്ചിയെടുക്കണോ. അതും അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കാച്ചിയെടുത്താൽ മതി, ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചട്നി ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇഡ്ഡലി റെഡിയായിനാന്ന് നോക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സ്പൂൺ ഇട്ടിട്ട് നോക്കിയാൽ മതി. അത് ക്ലീനായിട്ട് വന്നിനെങ്കിൽ ഇഡ്ഡലി റെഡിയെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ റെഡിയായിന് ഇഡ്ഡലി. ഇനി ഈ ചട്നീനെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനെ ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഒഴിച്ചിട്ട് ഇനി ഇതിലേക്ക് കടു കാച്ചിട്ട് ഇട്ടുകൊടുത്തിടണം. ഇത് വേണമെങ്കിൽ മാത്രം ആക്കിയാൽ മതി, ഓപ്ഷണൽ. ചില ആൾക്ക് കടു ഇടാതെ തന്നെ ഡയറക്റ്റായിട്ട് ചട്നി തിന്നുന്നത് ഇഷ്ടം, അങ്ങനെയെങ്കിൽ അങ്ങനെ ഇതാക്കിയാൽ മതി. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കാച്ചുന്നത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ കുറച്ച് കൺസിസ്റ്റൻസി കുറച്ച് ലൂസാക്കിയാൽ ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ചട്നീനെ ഒന്ന് കാച്ചിട്ടെടുക്കുക. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അത്ര തേങ്ങെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് തേങ്ങെണ്ണയിൽ തന്നെ ആക്കണമെന്നില്ല, വേണമെങ്കിൽ സൺഫ്ലവർ വേണമെങ്കിൽ അതും യൂസ് ആക്കാം. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടാകാൻ വെക്കുക. ഈ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അത്ര കടുക് ഇടുക. കുറേ കടുക് ഇട്ടാൽ തിന്നുമ്പോൾ ഫുള്ള് കടുക് ഇട്ടു, അതിനോണ്ട് ഒരു 1/4 ടീസ്പൂൺ അത്ര കടുക് ഇട്ടാൽ മതി. കടുക് ഒന്ന് പൊട്ടുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ടുകൊടുത്തുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കളറും കൂടി മാറും. കളർ മാറുമ്പോൾ അതിനെടുത്തിട്ട് ഈ ചട്നിയിലേക്ക് ഒഴിച്ചെടുത്തുക. അപ്പോൾ ഇത് റെഡി ആയിന്. ചട്നിയും അങ്ങനെ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇനിയും ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ലൂസാക്കാം. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ
അപ്പോൾ ഇതിനെ എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കുക, എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തറ. ചട്നിയിലും അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ചട്നി എല്ലാവരും ആക്കലുണ്ട്. അപ്പോൾ ഇഡ്ഡലിക്ക് ഏതുപോലത്തെ ചട്നി വേണമെങ്കിലും ആക്കാം. ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ചട്നി, പെട്ടെന്ന് ആക്കാനാവും. പിന്നെ ലെമൺ ജ്യൂസ് അങ്ങനൊന്നും ആഡ് ആക്കാതെ തന്നെ ആക്കാൻ കഴിയുന്ന നല്ലൊരു ചട്നി ഇത്. എല്ലാവരും ഇത് ട്രൈ ആക്കി നോക്കണവാ. അപ്പോൾ ഇഡ്ഡലിയും റെഡി ആയിന്. ഇഡ്ഡലിനോ ഞങ്ങൾക്ക് ഇന്നൊരു ഹോട്ട് പോട്ടിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ ട്രാൻസ്ഫർ ആക്കാം. അപ്പോൾ ചൂടോടെ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ ചായനോ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അപ്പോൾ ചായ ഒഴിക്കുന്നതിന് മുന്നേ ഇതുപോലെ 2 കുറി അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കുമ്പോൾ ചായക്ക് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ആ ഒരു കടുപ്പ് കിട്ടുന്നു. അപ്പോൾ ചായ ഒഴിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഏന്തിട്ട് ഒഴിക്കുന്നത് നല്ലത്. അപ്പോൾ ചായ റെഡി ആയിന്. അപ്പോൾ ബ്രെഡ് കോൺഫ്ലേക്സ് അങ്ങനെയെല്ലാം തിന്നിട്ട് ബോറായിനാൽ ഈ സിമ്പിൾ ബേസിക് റെസിപ്പി എല്ലാവരും ട്രൈ ആക്കി നോക്കണവാ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ആക്കാത്ത ആളുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പം തന്നെ പ്രസ് ആക്കണവാ. പിന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കനും കൂടി പ്രസ് ആക്കാൻ മറക്കണ്ട. അപ്പോൾ ഇനി നെക്സ്റ്റത്തെ വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.